ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കിതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിൽ പൊല്യൂഷൻ ചെക്ക് ചെയ്തിട്ട് പൊല്യൂഷൻ പാസ്സായില്ല. അതായത് ഓൾറെഡി കസ്റ്റമർ കൊണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്താണ്, പൊല്യൂഷൻ പാസ്സായില്ല. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ എടുക്കണം. അതേപോലെ തന്നെ ഈ എൻജിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊല്യൂഷൻ എടുത്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞാലാണ് ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് പൊല്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ടാമത് പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ്റെ ഓൾറെഡി അവർ കയറ്റിയിട്ട് സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ തിങ്കളാഴ്ച എടുക്കാനാണ് പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞാണ് കേസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കിൻ്റെ ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗവും തന്നെ. എഞ്ചിൻ്റെ സാധാരണ വരാറ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെയാണ് ലീക്കേജ് കാണിക്കുക. അതല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ഗിയർ ഷാഫ്റ്റിൻ്റെ സൈഡിലൊക്കെ ലീക്ക് വരാറ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. നിലവിൽ ഒരു സ്ഥലത്തും ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ളൊരു പ്രസൻസ് ഒന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തും തന്നെ ഇല്ല. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോഴായാലും ഈ സൈഡിൽ നമുക്ക് വേറൊരു ഓയിൽ ലീക്കൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കത് ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ആ ഓറിങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. ചെയിൻ ലൂസാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം താഴെ കിടന്ന് അടിക്കുന്ന രീതിയിലാണ്. അത് എത്ര ലൂസാണ് കാണിച്ചാണ്. അപ്പോൾ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നോക്കിക്കോ, ഈ ഭാഗത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയിൻ ഓയിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ ഓയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ ഓയിൽ വരും. അപ്പോൾ അതൊരു ലീക്കായിട്ട് കണക്ക് കൂട്ടരുത്. കാരണം ആ ചെയിൻ കൊടുക്കണ ഓയിൽ അവിടെ വരും, എങ്ങനെ നോക്കിയാലും കാണിക്കും. അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. കാരണം വണ്ടിക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഓയിൽ ലീക്കില്ല. നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയിന് ഓയിൽ കൊടുത്തത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കൊടുക്കണ ഓയിൽ ഈ സൈഡിൽ വരും. ഇതിവിടെയും 2 തുള്ളി ചാടും. ഈ സൈഡിൽ ഈ 2 ഹോളിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ സൈഡിലും 2-3 തുള്ളി ചാടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഓയിൽ ലീക്കായിട്ട് കണക്ക് കൂട്ടണ്ട. ചെയിൻ ഇത്ര ലൂസുള്ള സ്ഥിതിക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാതെ ഓടിക്കുന്നതും മണ്ടത്തരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യണത്. പിന്നെ പൊല്യൂഷൻ്റെ കേസ് ഈ പറഞ്ഞ രീതികൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്താൽ പിന്നെ 24 മണിക്കൂറാണ് അതിൻ്റെ പരിധി. അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല. അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ള് എൻജിൻ വർക്കടക്കം ചെയ്ത് കഴിഞ്ഞങ്ങനെ വണ്ടി കൊണ്ട് ചെയ്താലും പാസ്സാവില്ല. അപ്പോൾ അതും ഈ പറഞ്ഞ രീതികൾ തിങ്കളാഴ്ച ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നത് എടുത്ത് പൊല്യൂഷൻ്റെ കേസ് കറക്റ്റായിട്ട് പാസ്സാക്കി ട്യൂണിങ് ചെയ്ത് പാസ്സാക്കി തിരിച്ചു തരാം കേട്ടോ. അതാണ് ചെയ്യാൻ പറ്റുക. പൊല്യൂഷന് വേണ്ടി നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ആ കൂടി നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ചെയിൻ കുറച്ച് ഓയിലൊക്കെ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആ ഓയിൽ എഞ്ചിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ വരുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ചാടും. അതൊരു ഓയിൽ ലീക്കായിട്ടും കണക്ക് കൂട്ടരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ തിങ്കളാഴ്ച ഒന്ന് വിളിച്ചാൽ മതി. നമ്മളത് വന്നെടുത്ത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി തരാം. ഏത് പൊല്യൂഷൻ്റെ കേസ്. ഓക്കെ.